നമസ്കാരം. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. കരിക്കട്ട കഴുകല്ലേ, കരിക്കട്ട കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കല്ലേ, വെള്ളവും കറുപ്പാകും, കൈയും അഴുക്കാകും. എന്നാൽ കരിക്കട്ട എന്ത് ചെയ്യണം? തീക്കട്ടയോട് ചേർക്കണം. അത് ഒരു വിലയുമില്ലാത്ത കരിക്കട്ട തീയോട് ചേർക്കുമ്പോൾ തീക്കട്ടയായി മാറുമെങ്കിൽ ആർക്കും വേണ്ട, ഒന്നിനും കൊള്ളത്തില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പിൻവാങ്ങുന്ന നമ്മുടെ ജീവിതം പോലെ തന്നെ ഇതാ ചേർത്ത് വെക്കേണ്ടവനോട്, ചേർത്ത് വെക്കേണ്ടതിനോട് ചേർത്ത് വെച്ചാൽ യേശുവാകുന്ന തീക്കട്ടയോട് ചേർത്ത് വെച്ചാൽ കരിക്കട്ടയ്ക്ക് പകരം തീക്കട്ട പോകുന്നു എന്ന് പറയും. മിസ്റ്റർ മാർട്ടിൻ പോറസിൻ്റെ ജീവിതത്തിലെ അപ്പൻ ഉപേക്ഷിച്ച് കളഞ്ഞ അമ്മയും മക്കളും. എന്നാൽ അമ്മ ദൈവഭക്തിയിലും ദൈവചൈതന്യത്തിലും വളർത്തിയപ്പോൾ കരിക്കട്ട പോലെ ഇരിക്കുന്ന ആ വിശുദ്ധൻ, നീഗ്രോയായിരുന്ന കരിക്കട്ടയായിരുന്ന ആ മകൻ ഇതാ നാട്ടുകാർ പറയാൻ തുടങ്ങി, തീക്കട്ട പോടുന്നു. അത് ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞപ്പോൾ കരിക്കട്ട എന്ന് വിളിക്കപ്പെട്ടവൻ, കരിക്കട്ട പോലെ ഇരുന്നവൻ തീക്കട്ടയായി മാറി. അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതം മാറും. ആർക്കും വേണ്ട, ഒന്നിനും കൊള്ളത്തില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, പ്രാർത്ഥിച്ചു മടുത്തു എന്ന് പറയുന്നവരെ ഇതാ അകന്നു പോകാതെ, അകന്ന് നിൽക്കാതെ, നമുക്കറിയാം പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയും. അങ്ങനെ പുറത്തു പോകാനുള്ളതല്ല, അതൊന്ന് അകത്തേക്കൊന്ന് കയറ്റി വെക്കുക. വിശപ്പിൻ്റെ വെളി ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ആദ്യകാലത്ത് വിറക് ഉപയോഗിച്ചാണ് കത്തിച്ചിരുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യ ജോളി പറയും, ഒന്ന് നോക്കിക്കട്ടാ, ആ വിറക് കത്തി പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് അകത്തേക്ക് കയറ്റി വെച്ചേക്കാൻ പറയും. പുറത്തു പോയത് കെട്ട് കരിക്കട്ടയാണെങ്കിൽ കരിക്കട്ട ഇറങ്ങി താഴെ കിടക്കുന്നു. അകത്തേക്ക് അടുപ്പിലേക്ക് കയറ്റി വെക്കുമ്പോൾ ആ തീയിൽ അത് ചൂട് പകരുന്നു, അത് കരിക്കട്ടയായി മാറുന്നു, മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നു, തെരുവിൽ അലഞ്ഞു നടക്കുന്ന അനേകർക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള ആ ഭാഗമായി കരിക്കട്ടയായി, തീക്കട്ടയായി ഉപയോഗപ്രദമായി മാറുന്നു. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതം സമയം കഴിഞ്ഞു, ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ആർക്കും വേണ്ട, ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞിരിക്കല്ലേ. യേശുവാകുന്ന ആത്മാവിനോട്, ആ ശക്തിയോട്, പരിശുദ്ധാത്മാവിനോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് യേശുവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ കരിക്കട്ട തീക്കട്ടയായി മാറും. തീക്കട്ടയായി മാറുമ്പോൾ അത് വിലയുള്ളതായി മാറും, അത് പ്രയോജനമുള്ളതായി മാറും. പുറകിൽ കാണുന്ന എൻ്റെ അപ്പൻ്റെ ജീവിതമാണ്. മദ്യവും പുകവലിയും കൂട്ടുകെട്ടുകളും ബിസിനസ് തകർച്ചകളും എല്ലാമായിട്ട് വർഷങ്ങൾ ജീവിതം തകർന്ന് തരിപ്പണമായി. എന്നാൽ ഞാൻ ആദ്യമായിട്ട് വചനത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എൻ്റെ അപ്പന് വേണ്ടിയാണ് 35 വർഷം മുമ്പ്. അപ്പോഴേക്കും എല്ലാം അവസാനിക്കാറ്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പക്ഷേ യേശുവാകുന്ന തീക്കട്ടയോട് ഞങ്ങളുടെ ജീവിതമാവുന്ന, ഞങ്ങളുടെ കുടുംബമാവുന്ന കരിക്കട്ടയെ ചേർത്ത് വെച്ചപ്പോൾ ഇതാ അപ്പം 15 വർഷം ഞങ്ങൾക്ക് നിധി കിട്ടിയെന്ന് ആൾക്കാർ ചോദ്യം പറയുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ജീവിതം മാറി മറിഞ്ഞു. എന്തു ചെയ്താലും വിലയില്ലാത്ത, ഗതി പിടിക്കാത്ത, ഉയരാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന്, ആത്മഹത്യ മാത്രം മുന്നിലുണ്ടായിരുന്ന അവസരങ്ങളിൽ നിന്ന് ദൈവം ഞങ്ങളെ ഉയർത്തി. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഉയർത്തും. അപ്പം ഞാൻ 15 വർഷം നല്ല തീക്കട്ട പോലെ ജീവിച്ച് മുഴുവൻ സമയ പ്രേക്ഷിതനായി അനേകം ആത്മാക്കളെ രക്ഷിച്ചു. അതുപോലെ കുടുംബത്തിലും എന്നെ കണ്ട് നിങ്ങൾ പഠിക്ക് എന്ന് പറയാൻ അധികാരമുള്ള, കഴിവുള്ള, യോഗ്യതയുള്ള ഒരു ആയിട്ടാണ് ആ 15 വർഷവും ജീവിച്ചത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതാ എനിക്കും നിങ്ങൾക്കും മാറാൻ സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.